Assalamu alaikum. Welcome back to our channel. എല്ലാവർക്കും എൻ്റെ റംസാൻ മുബാറക്. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് സാധാരണ മലബാറുകളിൽ കാണപ്പെടുന്ന ഒരു സ്നാക്സാണ് ഉന്നക്കായ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4 നേന്ത്രപ്പഴമാണ്. പഴം ചെറുതായി അരിഞ്ഞ് ഞാനിപ്പം ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ്. ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഒരു 15 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കുക. പുഴുങ്ങിയെടുക്കുമ്പം അതുപോലെ തന്നെ നന്നായി വേവിച്ചെടുക്കണം. നന്നായി വേവിച്ചെടുത്താൽ മാത്രമേ നമുക്കിത് ശരിക്കും അടച്ചെടുക്കാൻ പറ്റുള്ളൂ. അരച്ചെടുക്കാനൊക്കെ എളുപ്പം നന്നായി വെന്ത് കിട്ടണം കേട്ടോ, എന്നാലും മാത്രമേ ശരിയാവുള്ളൂ. നന്നായി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളകി വരുന്ന പരുവത്തിലായാൽ നന്നായി വെന്ത് എന്നാണ് അർത്ഥം. ഇതിനെ ഞങ്ങൾ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുക. ഗ്രൈൻഡറിലോ മിക്സിയിലോ ഒക്കെ ഇട്ടിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ ഫുഡ് പ്രോസസ്സറിലാണ് ഇടുന്നത്. നിങ്ങളുടെ എന്താ അവൈലബിൾ ആയിട്ടുള്ള സാധനം അതിൽ അരച്ചെടുക്കാവുന്ന. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. എല്ലാ പഴത്തിനും പഞ്ചസാരൻ്റെ ആവശ്യം വരില്ല കേട്ടോ. നല്ല പഴുത്ത പഴമാണെങ്കിൽ, നല്ല മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ പഞ്ചസാരൻ്റെ ആവശ്യമില്ല. ഇനി നന്നായി അരച്ചെടുക്കും. നന്നായി അരയണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി അരച്ചെടുക്കണം. ഇവിടെ നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് തടവി കൊടുക്കുക. അഥവാ നമുക്കൊരു ചെറിയ ലൂസായി തോന്നുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ലൂസൊക്കെ മാരൊന്ന് ടൈറ്റായി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ മുട്ട, തേങ്ങ, ഏലക്ക, പഞ്ചസാര എന്നിവയ്ക്കാണ് വേണ്ടത്. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി 2 സ്പൂൺ ഗീ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കുന്നത് പല ആൾക്കാർ പല ടൈപ്പിലുണ്ടാക്കുന്നത് കേട്ടോ. ചില ആൾക്കാർ മുട്ട മാത്രം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കും. ചിലവർ തേങ്ങ മാത്രം യൂസ് ചെയ്യും. ചിലവർ രണ്ടും കൂടി മിക്സ് ചെയ്യും. ഞാൻ ഇവിടെ കാണിക്കുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഇപ്പം ഞാനിവിടെ കുറച്ച് കാഷ്യൂ ഇട്ടിട്ടുണ്ട് ചൂടായ ഗീയിലേക്ക്. കാഷ്യൂം കിസ്മിസും കൂടി ഇടും. എനിക്കിവിടെ കിസ്മിസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. കാഷ്യൂ ഒന്ന് മുപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. നല്ല ചൂടുള്ള ഗീയിൽ കാഷ്യൂം വറുത്തെടുത്തതിൽ തേങ്ങയും കൂടി ചേരുമ്പം തന്നെ നല്ല സ്മെല്ല് കിട്ടും കേട്ടോ. ആ തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗീയിലും കാഷ്യൂലൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ തേങ്ങ എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു തേങ്ങയുടെ 1/4 ഭാഗത്തോളം തേങ്ങ എടുത്തിട്ടുണ്ട്. മുട്ട നന്നായി അടിച്ചതിന് ശേഷം ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൽ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ല മധുരമുള്ള ഐറ്റം തന്നെയാണിത്. പക്ഷേ വളരെ കൂടുതലാകുമ്പോഴും പാടില്ല കേട്ടോ. കൂടുതലായിപ്പോയി കഴിഞ്ഞാൽ ഇത് ഈ തേങ്ങയും ഇതൊക്കെ ഭയങ്കര ഹാർഡായിട്ട് നിൽക്കും. അതൊരു ടേസ്റ്റ് കുറയും. അതൊരു രസം ഉണ്ടാവില്ല. എല്ലാം ഉന്നക്കായ എന്ന് വെച്ചാൽ സോഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങും സോഫ്റ്റ് ആയിരിക്കുമ്പോഴാണ് അത് കഴിക്കുമ്പോൾ രസം ഉണ്ടാവുക. അപ്പോൾ വളരെ കൂടുതൽ പഞ്ചസാര ഇടാതെ സൂക്ഷിക്കുക. അതായത് തേങ്ങ കുറച്ച് ഹാർഡാകുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. തേങ്ങയും മുട്ടയൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്ക ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ ഒരു 5 ഏലക്കായി പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കിയ ഫില്ലിങ് അരച്ച് വെച്ച പഴത്തിലേക്ക് ചേർക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ബോളെടുത്ത് മാവൊന്ന് നന്നായി പരത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 സ്പൂണോളം ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് ചേർത്ത് നന്നായി അമർത്തി കൊടുക്കണം കേട്ടോ. നന്നായി കുറച്ച് അമർത്തി കൊടുത്തതിന് ശേഷം ഈ പഴം നന്നായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഷേപ്പ് ചെയ്ത് നന്നായി ഒന്ന് കവർ ചെയ്യാം. ഫില്ലിങ്ങിന് ഈ പഴം കൊണ്ട് നന്നായി നല്ല വൃത്തിക്ക് കവർ ചെയ്ത് കൊടുക്കുക. അതിനൊന്ന് അത്യാവശ്യം കുറച്ചൊരു ഓവൽ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നല്ല ഉരുട്ടി നന്നായി ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് കാണാനും ഒരു ഭംഗിയാണ്. മുഴുവൻ പഴവും ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏത് യൂസ് ചെയ്യുന്ന ഓയിലിൽ അത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിം യൂസ് ചെയ്യാതിരിക്കുക. മീഡിയം ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് ഫ്രൈ ആവും.
ഹൈ ഫ്ലെയിമൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്, നല്ലൊരു കളറിൽ കിട്ടില്ല. അങ്ങനെ എപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം ഓർ ലോ ഫ്ലെയിമിൽ യൂസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മറിച്ച് തിരിച്ചൊക്കെ എന്നിട്ട് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഞങ്ങളെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നല്ലൊരു ഐറ്റത്തിൽപ്പെട്ട സ്നാക്ക് ഐറ്റമാണിത്, ഉന്നക്കായ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.